എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനവും ഇന്ത്യൻ വ്യോമഗതാഗതവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? എന്താണ് അക്കാര്യങ്ങൾ? അതേക്കുറിച്ച് അഷ്ടമി ഷാജൻ വിശദീകരിക്കും. കഴിഞ്ഞ 10,000 വർഷമായി ആരും ശ്രദ്ധിക്കാതെ നിർജീവമായി കിടന്ന എത്യോപ്യയിലെ ഹേലി ഗുബ്രി അഗ്നിപർവ്വതമാണ് പെട്ടെന്നുണർന്നത്. ഭൂമിക്കടിയിൽ മർദ്ദം താങ്ങാനാവാതെ വന്നപ്പോൾ ഏകദേശം 45,000 അടി ഉയരത്തിലേക്ക്, അതായത് എവറസ്റ്റ് കൊടുമുടിയുടെ 1.5 ഇരട്ടി ഉയരത്തിലേക്ക് ഭീമാകാരമായ ചാരമേഘങ്ങൾ ഉയർന്നു. അന്തരീക്ഷത്തിൽ ശക്തമായ കാറ്റിന്റെ ഗതി അനുസരിച്ച് ഈ മേഘങ്ങൾ ചെങ്കടലും അറേബ്യൻ ഉപദ്വീപും കടന്ന് ഏകദേശം 5000 കിലോമീറ്റർ സഞ്ചരിച്ച് ഇപ്പോൾ ഗുജറാത്ത്, രാജസ്ഥാൻ, ഡൽഹി ആകാശത്ത് എത്തിയിരിക്കുകയാണ്. പലർക്കും സംശയമുണ്ടാകും, ഇതൊരു വെറും പുകയല്ലേ, വിമാനത്തിന് ഇതിലൂടെ പറന്നാൽ എന്താണ് കുഴപ്പമെന്ന്. എന്നാൽ അഗ്നിപർവ്വത ചാരം എന്നത് വെറും പുകയല്ല. അതിൽ കുപ്പിച്ചില്ല് പോലെ മൂർച്ചയുള്ള സൂക്ഷ്മമായ ഗ്ലാസ് തരികൾ, സിലിക്കയും അടങ്ങിയിട്ടുണ്ട്. വിമാനത്തിന്റെ ജെറ്റ് എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നത് അതിഭയങ്കരമായ ചൂടിലാണ്. ഈ ചൂടിലേക്ക് ഗ്ലാസ് തരികൾ കടക്കുമ്പോൾ അത് ഉരുകി പശ പോലെയാകും. ഇത് എഞ്ചിന്റെ ഫാൻ ബ്ലേഡുകളിൽ പറ്റിപ്പിടിച്ച് എഞ്ചിൻ പ്രവർത്തനം തന്നെ നിലയ്ക്കാൻ കാരണമാകും. കൂടാതെ പൈലറ്റുകളുടെ കാഴ്ച മറയ്ക്കാനും സെൻസറുകൾ തകരാറിലാക്കാനും ഇതിന് കഴിയും. ഈ അപകടം മുന്നിൽ കണ്ടാണ് DGCA കർശന നിർദ്ദേശം നൽകിയത്. ഇൻഡിഗോ, ആകാശ എയർ തുടങ്ങിയ വിമാന കമ്പനികൾ പല സർവീസുകളും ഇതിനോടകം വഴിതിരിച്ചുവിട്ടു. ഏതായാലും നിലവിൽ ഈ ചാരമേഘങ്ങൾ 25,000 അടി മുകളിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് താഴെ ഭൂമിയിലുള്ള നമുക്ക് ശ്വാസതടസ്സമോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ അന്താരാഷ്ട്ര വിമാന സർവീസുകളിൽ നിലവിൽ തടസ്സം തുടരുകയാണ്.